ഇന്ത്യൻ സൂപ്പർ ക്രോസ് ലീഗ് ഫൈനലിന് ശേഷം കോഴിക്കോട് കോർപ്പറേഷൻ മൈതാനിലെ പുൽത്തകിടി നശിച്ച നിലയിൽ മൈതാനത്തിന്റെ പല ഭാഗങ്ങളിലും കുഴികളും പ്രത്യക്ഷപ്പെട്ടു. ചെറിയ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും 15-നകം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും കോഴിക്കോട് മേയർ അറിയിച്ചു. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടന്നതെന്നും ഉന്നതതല അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. ദൃശ്യ പുതിയടത്ത് തയ്യാറാക്കി റിപ്പോർട്ട് കാണാം. സൂപ്പർ ക്രോസ് കഴിഞ്ഞ് 2 ആഴ്ച പിന്നിട്ടിട്ടും കോഴിക്കോട് കോർപ്പറേഷൻ മൈതാനത്തിന്റെ അവസ്ഥയാണിത്. ഇവിടുത്തെ പുല്ലുകളൊക്കെ കരിഞ്ഞുണങ്ങിയ അവസ്ഥയിലാണ്. അത് മാത്രമല്ല, മൈതാനത്തിന്റെ നിരപ്പൊക്കെ പോയി ഇവിടെ പല ഭാഗത്തും കുഴികളൊക്കെ നിറഞ്ഞ അവസ്ഥയിലാണുള്ളത്. ഈ കോർപ്പറേഷനിലെ പ്രതിപക്ഷ കൗൺസിലർമാരാണ് ഇവിടെ സന്ദർശിക്കാൻ എത്തിയത്. പ്രതിപക്ഷ നേതാവ് നമ്മുടെ കൂടെയുണ്ട്. എന്താണ് ഇപ്പോൾ ഈ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന്, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? ഈ കോഴിക്കോട് സ്റ്റേഡിയം നമ്മൾ കേരള ഫുട്ബോൾ അസോസിയേഷൻ നൽകിയിരിക്കുന്നത് ഫുട്ബോൾ മത്സരം നടത്താനും ഫുട്ബോളിനെ ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. പക്ഷേ ഫുട്ബോൾ അസോസിയേഷൻ ചെയ്തിരിക്കുന്നത് അത് വിറ്റ് കാശാക്കി ചെയ്തിരിക്കുന്നത്. അതും സ്വകാര്യ കമ്പനികൾക്ക്, സ്വകാര്യ വ്യക്തികൾ കോടികൾ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായി ഈ സ്റ്റേഡിയം പോലും ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഇത് ഏറ്റവും വലിയ പ്രശ്നം ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. പല ഭാഗങ്ങളിലും കുഴി നിറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ പുല്ലിന്റെ അവസ്ഥയും വളരെ മോശമാണ്. ബഹുമാനപ്പെട്ട മേയർ പറഞ്ഞത് 25 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് കിട്ടിയിട്ടുണ്ടെന്നാ. കോർപ്പറേഷനിൽ അങ്ങനെ ഒരു പണം കിട്ടിയിട്ടില്ല. കേരള ഫുട്ബോൾ അസോസിയേഷനിൽ 25 ലക്ഷം കിട്ടിയിട്ടുണ്ടോ എന്ന് അവരിതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല. ഇത് പറയപ്പെടുന്നു എന്ന് മാത്രം. 25 ലക്ഷം കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയൂല. കാരണം ഈ സ്റ്റേഡിയം പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടിരിക്കുക. മുൻകാലങ്ങളും ഇത് ആവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ ആവർത്തനമാണ് കാണുന്നത്. CPM നേതാക്കന്മാർ കോടികൾ കൊയ്യാനുള്ള വേദിയായി നമ്മുടെ സ്വകാര്യ സ്വത്തുക്കളെല്ലാം മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനെതിരെ പൊതുജന ശബ്ദം ഉയരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിന് ശക്തമായ പ്രതിഷേധം വരും. ഉന്നതതല അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. സൂപ്പർ ലീഗ് കേരള പോലുള്ള വലിയ മത്സരങ്ങളൊക്കെ നടക്കുന്ന ഒരു വേദി കൂടിയാണ്. ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എത്ര നാൾ കൂടിയായിരിക്കും ഇത് മാറ്റിയെടുക്കാൻ സാധിക്കുക? ISL-നൊക്കെ ഒരു വേദിയായി കണക്കാക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ നമ്മുടെ ലീഗ് മത്സരങ്ങളുടെ സെമി മത്സരങ്ങൾ പോലും തീയതി മാറ്റിവെച്ചത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. കാരണം ഫുട്ബോളിനല്ല താല്പര്യം കൊടുത്തിരിക്കുന്നത്. ഇവർ മുൻഗണന കൊടുത്തിരിക്കുന്നത് കോടികൾ കൊയ്യുന്ന അധോലോക സംഘങ്ങളുടെ ഈ സൂപ്പർ ക്രോസ് മത്സരങ്ങൾ നടത്തുമ്പോൾ ഇതിൽ കിട്ടുന്ന ലാഭം വലുതാണ്. അപ്പൊ എന്തായാലും 25 ലക്ഷം രൂപ മുൻപേ കെട്ടിവെച്ചു എന്നായിരുന്നു കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന്. ഇതിന്റെ സംഘാടകർ കെട്ടിവെച്ചു എന്നായിരുന്നു കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ആദ്യ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിച്ചത്. എന്നാൽ അത്തരത്തിലൊരു തുക കോർപ്പറേഷന് ലഭിച്ചിട്ടില്ല എന്നാണ് പ്രതിപക്ഷ അംഗങ്ങളടക്കം പറയുന്നത്. എന്നാൽ ഇത് ഇനി മറ്റ് ഫുട്ബോൾ അസോസിയേഷൻ അടക്കം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും കോർപ്പറേഷനിൽ ആ ഒരു തുക ലഭിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഈ ഗ്രൗണ്ട് പഴയ രീതിയിലാക്കിയില്ലെങ്കിൽ ഈ കോടികളടക്കം ഇതൊരു കച്ചവടമാക്കി മാറ്റിയതിൽ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഫുട്ബോൾ പ്രേമികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷ കൗൺസിലർമാർ നമ്മളോട് പറയുന്നത്. ജയ്സിൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ദൃശ്യ പുതിയടത്ത്, മീഡിയ 1, കോഴിക്കോട്.